നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. പാണ്ടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന യോഗം അഡ്വക്കേറ്റ് യു എ ലത്തീഫ് MLA ഉദ്ഘാടനം ചെയ്തു. കുട്ടിയുടെ പിതാവുമായി ഞാൻ ബന്ധപ്പെട്ടു. എൻ്റെ സഹപ്രവർത്തകൻ ഷമീൻ നമ്പർ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ മരണത്തിനുണ്ട്. സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ സുഖപ്രതീക്ഷയാണ്. ഇങ്ങനെ നിപ്പ രോഗം ആ കുട്ടി ബാധിച്ചിട്ടുണ്ടെന്ന് പോലും പിതാവ് പറയുന്നത്. ചാനലിന് വാർത്തകളിൽ അതൊന്നും ശരിയല്ല. കുട്ടികൾ ഇപ്പോൾ സുഖമാകും, ഡോക്ടർമാരൊക്കെ അപ്പോഴും സുഖമാകുന്ന അഭിപ്രായം പറഞ്ഞതൊക്കെ ആ പിതാവ് പറഞ്ഞു. അതായത് ആരും അദ്ദേഹത്തോട് കാര്യത്തിൻ്റെ രോഗത്തിൻ്റെ ഗൗരവം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആരോഗ്യവകുപ്പിൻ്റെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയിൽ നിന്നൊക്കെ ലഭിച്ച വിവരം ഇവരെ ഗുരുതരാവസ്ഥയിലാണ്. അവസ്ഥ വളരെ ബാഡാണ്. ഏത് മിനിറ്റിലും എന്തും സംഭവിക്കാമെന്നായിരുന്നു. പക്ഷേ അപ്പോൾ ആ കുട്ടിയുടെ പിതാവ് മാതാപിതാക്കൾ അതായത് ചെയ്താണ് തിരിച്ചു വരും. നിപ്പ ബാധിച്ചു മരിച്ച കുട്ടിയുടെ കുടുംബത്തിന് ഭീമമായ ചികിത്സാ ചിലവ് വന്നതിനാൽ സർക്കാർ അടിയന്തര സഹായം നൽകണമെന്ന് അഡ്വക്കേറ്റ് യു എ ലത്തീഫ് MLA ആവശ്യപ്പെട്ടു. യോഗത്തിൽ കുട്ടിയുടെ മരണത്തിൽ അനുശോചനവും രേഖപ്പെടുത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TC റമീഷ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KK സതക്കത്ത്, സ്ഥിരസമിതി അധ്യക്ഷരായ TK റാബിയത്ത്, ആയിഷുമ, P സുനീർ, പഞ്ചായത്ത് അംഗങ്ങളായ ശങ്കരൻ കൊരമ്പയിൽ, PH ഷമീം, PR രോഹിൽനാഥ്, V മജീദ്, NT സുരേന്ദ്രൻ, അസ്കർ മുക്കട്ട, M സുനീറ, പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ദാസൻ മുണ്ടക്കൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അമ്പ്രക്കാട്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാര സംഘടനാ പ്രതിനിധികൾ, സന്നദ്ധ സേവാ പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, പാണ്ടിക്കാട്.